ഹായ് ഗൈസ്, നമസ്കാരം. നമ്മളിവിടേക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുകയാണ്, അടിപൊളിയായിട്ട്. ഞങ്ങൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇങ്ങനെ വിട്ടുന്നൊരു ഇൻട്രോ എടുക്കണല്ലേ? ആൾറെഡി നമ്മളിങ്ങനെ നമ്മൾ സാധാരണ ഞങ്ങൾ സെൽഫി പിടിച്ചെല്ലാം എടുക്കാറ്, അൻഷാ വീഡിയോ എടുക്കണേ. ഗൈസ്, ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ പറയാം, നമ്മൾ കുറേ ഇനാഗ്രേഷൻ ഇതുപോലെ വേണ്ടെന്ന് വെച്ചിട്ടും അല്ലെങ്കിൽ എനിക്ക് ഒന്നാമത് കുറച്ച് മടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കൊറേ അല്ലേ ഇതാക്കാറുണ്ട്. പിന്നെ നമ്മൾ അഭിലാഷേട്ടൻ നമ്മളെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അല്ല, നമുക്ക് വരുന്ന ഇനോഗ്രേഷൻസ്, നമ്മുടെ വരുന്ന സോഷ്യൽ മീഡിയ മീറ്റപ്പുകളൊക്കെ ഈ ഏട്ടന്റെ ഒരൊറ്റ മടി എന്നുള്ള കാരണത്തിലാണ് നമ്മളെ ഒന്നിനും പോവാതല്ല സ്കിപ്പ് ചെയ്യാറ്. എനിക്ക് കുറച്ച് മടി അത്ര തന്നെ ഉള്ളൂ. വർഷം 6 സോഷ്യൽ മീഡിയ പറഞ്ഞിട്ട് ഇന്ന് ഏട്ടൻ മടി മാറിയിട്ടേ പറയുമ്പോൾ ആലോചിച്ച ഏട്ടൻ മടിയുടെ ലെവൽ എത്രയാണെന്ന് അറിയില്ല കേസ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ നമ്മളുടെ പെരിന്തൽമണ്ണ ഉള്ള അങ്ങാടിപ്പുറത്തുള്ള നമ്മളെ പൊന്നൂസ് ഗോൾഡിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. ഓക്കെ, പേരിട്ടതുകൊണ്ട് അത് പൊന്നു പോലെ തിളങ്ങുക. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ആ ഒരു ജ്വല്ലറിക്കാണ് നമ്മളിന്ന് പോണത്. അതായത് ഈ ഇനാഗ്രേഷൻ ഇന്നലെ ഉണ്ടായിരുന്നു, അതായത് 16-ാം തീയതി ആയിരുന്നു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നത്. അത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര നമ്മൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചതിനേക്കും കൂടുതലായിട്ട് ആൾക്കാരും കാര്യങ്ങളും ഭയങ്കര സഹകരണമായിരുന്നു, അടിപൊളിയായിരുന്നു ഇതിൽ. അപ്പോൾ നമ്മൾ ചെന്ന് 16-ാം തീയതി ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് നമ്മൾ കടയുടെ വീഡിയോസിൽ കാര്യങ്ങളൊന്നും കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കാരണം ക്രൗഡ് ഇനാഗ്രേഷൻ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വായോ. ബാക്കി നമുക്ക് ജ്വല്ലറിയുടെ വീഡിയോ ഞാൻ ആദ്യം നിങ്ങൾ ആ ഇനാഗ്രേഷൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ. ഫാമിലിനെ വെൽക്കം ചെയ്യാണ്. ഓക്കെ, നല്ലൊരു ഗൈഡ് തന്നെ കൊടുക്കാം. നല്ലൊരു ക്ലാസ് കൊടുത്ത എല്ലാവരും പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇനാഗ്രേഷൻ്റെ വീഡിയോ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇനി അടുത്തത് നമ്മൾ നേരെ ഇന്ന് നമ്മളെ ജ്വല്ലറിയിൽ പോയിട്ട് ജ്വല്ലറിയുടെ കളക്ഷനും കാര്യങ്ങളും അതിൻ്റെ ഓണറായിട്ടുള്ള അഭിലാഷേട്ടൻ ഞങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ആ തിരക്ക് കാരണം ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊന്ന് കാണുന്നത് കൂടെ ഞങ്ങൾ കാണുന്നത് നിങ്ങളതിനോട് ഒന്ന് കാണിക്കുകയാണ്. നമുക്ക് നേരെ പെരുന്തൽമണ്ണ പോയാലോ? ഓക്കെ, ബാ ബാ. അപ്പോൾ അതാ നമ്മളെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള നമ്മളെ പൊന്നൂസ് ഗോൾഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ കോഴിക്കോട് റോഡിലായിട്ടുള്ളത്. ഓക്കെ, ലൊക്കേഷൻ ഞാൻ വീടിൻ്റെ അവസാനത്തേക്ക് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജ്വല്ലറി വന്നിട്ടാണ്. ഇന്നലെ ഇവിടെ സ്റ്റേജും കാര്യങ്ങളും ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒഴിഞ്ഞതിന് ശേഷം വന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കടയുടെ ഉള്ളത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കുന്ന ഗോൾഡിനെ പറ്റി അറിയണ്ടായിരിക്കും പെണ്ണുങ്ങൾക്കായിരിക്കും. അപ്പോൾ എന്തായാലും പൊന്നൂസ് ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും. ഓക്കെ, വാ. ഇത് നമ്മളെ അഭിലാഷേട്ടൻ ഇന്നലെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡും ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് കട കാണിക്കാനതൊന്നും പറ്റിയില്ല, ഇതിൻ്റെ ഓണറാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കടന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നാണ്. ഞങ്ങൾക്കും കാണണം, ഇങ്ങൾക്കും കാണണം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഗോൾഡ് ഇതിനെപ്പറ്റി എനിക്കറിയണൊക്കെ കൂടുതൽ പൊന്നൂസിനും ഏട്ടനും നന്നായിട്ട് അറിയണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇവരെന്നെ നമുക്ക് എന്താ കടയൊക്കെ ഒന്ന് മൊത്തം കാണിച്ചെന്ന് കളക്ഷനൊക്കെ ഒന്ന് കാണിച്ചു തരും. ഏട്ടാ ഏകദേശം എത്ര വർഷമായിട്ടാണ് പെരിന്തൽമണ്ണ? ഇപ്പോൾ 15 വർഷമായി അങ്ങാടിപ്പുറത്തായിട്ട്. ഞങ്ങൾ ഹോൾസെയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നു. ഒരു ജ്വല്ലറി എന്നുള്ള നമ്മുടെ ഡ്രീമാണല്ലോ. അങ്ങനെ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് ഇവിടെ. ഞങ്ങൾ പ്രത്യേകം എന്താ വെച്ചാൽ കിഡ്സ് കളക്ഷന്, 18 കളക്ഷന്, ഡയമണ്ട്സ്, പിന്നെ ബാഗ്സ്, ഇത് മോഡലൊക്കെ കാണിച്ചു തരാം. അതിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. മെയിനായിട്ട് ഇപ്പോൾ നല്ല വിലയാണല്ലോ, സ്വർണ്ണത്തിന് നല്ല റേറ്റ് ആണല്ലോ. ഇപ്പോൾ ലൈറ്റ് വെയിറ്റിന്റെ നല്ലൊരു കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലൈറ്റ് വെയിറ്റ് ഗോൾഡൻ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ദൗത്യമായിട്ട് തന്നെ ഏൽപ്പിച്ചിട്ടാണ് സോഫയും പോയിരിക്കേണ്ടാവും നമുക്ക് സൈനാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പൊന്നൂസ് ഗോൾഡൻ ഡയമണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ? ബാ. ചേച്ചി ഇവിടെ ചിരിച്ചു നിൽക്കുന്നുണ്ട്, എനിക്ക് ഗോൾഡൊക്കെ എടുത്ത് കാണിച്ചു തരാം. ചേച്ചി എന്നാ നമുക്ക് തുടങ്ങിയാലോ? എന്നാ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഓരോ കളക്ഷൻസിന്റെ ഓരോ സെക്ഷന്റെയും പേരാണ് കേട്ടോ ഹൈലൈറ്റ്. ഇവിടെ ഫസ്റ്റ് എന്നതാ കിഡ്സിന്റെ കളക്ഷൻ. എന്താ ലിയ അല്ലേ? അങ്ങനെ തന്നെ അത് വായിക്കുക, ലിയ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ ഏടൊരു കുറവുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ കിഡ്സിന്റെ കളക്ഷൻ. അതായത് ഇവിടെ കിഡ്സിന്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മാല കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞു കമ്മലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് നമുക്കൊന്ന് കാണിച്ചു തരുമോ ഒന്ന്? അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഒരു കുറച്ച് എന്താണ് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഇല്ല, അത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തേണ്ടോ ഇങ്ങനെ പിള്ളേരെ കിട്ടുക കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ഇതേണ്ടോ.
നല്ല രസമില്ലേ കാണാൻ? ഇതാ ഈ കണ്ടോ ലോക്കറ്റൊക്കെ രസമല്ലേ? എന്താ അതുപോലെ തന്നെ ചെയിനുണ്ട്. പിന്നെ അത് പാസരാട്ടോ കണ്ടോ? ഇതാ നല്ല രസമുണ്ടല്ലേ? നല്ല തിന്നായിട്ട് എന്ത് രസമായിരിക്കും പിള്ളേരെ എടാ അത് പിള്ളേരെ കാൽമിക്കണ രസമുണ്ടോ? കണ്ടോ നല്ല തിന്നായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഈ ബ്രേസ്ലെറ്റ് ഞാനൊരു നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കൈമ്പയ്ക്കും ഭംഗിയുണ്ട് ഗൈസ്. പിള്ളേരെ കൈമ്പ് മാത്രമല്ല എൻ്റെ കൈമ്പ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ രസമുണ്ട്. പിന്നെ ഇതാ അവിടെ ഇതാ കുറേ കുഞ്ഞു കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ കമ്മലൊക്കെ പിള്ളേർക്ക് ഇടിക്കാൻ. ഈ കുഞ്ഞു കൊട്ട കമ്മൽ കണ്ടോ? തൂങ്ങൽ ഈ കുഞ്ഞു കൊട്ട കണ്ടോ? അങ്ങനെ ഒരുപാട് കുഞ്ഞു കമ്മൽ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. പിള്ളേർക്ക് നിങ്ങളിപ്പോൾ ഈ 28 നൂലുകെട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ വരില്ലേ? അത് രണ്ടും തന്നെയാണ്. സോറി, പലയിടത്തും പറയുമല്ലോ നൂലുകെട്ട് ഇത് അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ എല്ലാ ജില്ലക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ വരുമ്പോൾ നമ്മുടെ പുനസ്കോളിൻ്റെ ഇവിടെ പിള്ളേരുടെ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിൽ കണ്ടാലോ? അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമ്മുടെ ഈ ഷോപ്പിൽ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ കണ്ണ് പോവുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റ് ആയി പോകാ ഇവിടെയാണ് കേട്ടോ. അത് അവ 18K കളക്ഷൻസ് അവിടേക്കാണ് കേട്ടോ നമ്മുടെ കണ്ണ് പോവുക. കണ്ടോ രസമുണ്ട്. പിന്നെ ഇതാ ഇത്. അപ്പോൾ ഇതാ 18 ക്യാരറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാ കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതാ ചെയ്യാനുണ്ട് കണ്ടോ? ഇപ്പം മിക്ക ആൾക്കാരുടെ കഴുത്തിലും നിങ്ങൾ ഇങ്ങനത്തെ ചെയിനൊക്കെ തന്നെയാണ് കാണാം. എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ മാലകളും ഇങ്ങനത്തെ കൈ ചെയിൻസ് ഇങ്ങനത്തെ ഇയറിങ്സ് ഒക്കെയാണ് മിക്കവർക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അതാണ് എനിക്കിതിലിപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഈ 3 ചെയിനും ഇതാ കണ്ടോ? ഈ ഇയറിങ്, അതുപോലെ 2 റിങ്, ഈ ബാങ്കിള്, അതുപോലെ ഈ ബ്രേസ്ലെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ബട്ടർഫ്ലൈസ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇത് കണ്ടോ? ഇവിടെ ഇനി വേറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നത്. നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ പോയപ്പോഴേക്കും ഏട്ടാ അവിടെ നിന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന്. ഇവിടുത്തെ 80 സെക്ഷൻ കളക്ഷൻസ് കഴിഞ്ഞിട്ടില്ല, വേറൊരു സംഭവം കൂടി ഉണ്ടെന്നുണ്ടത്. അവിടെ ആംഗ്ലറ്റ് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടോ? ഇതിന് നിങ്ങൾക്കിത് വലിയൊരു ആംഗ്ലറ്റ് ആണ്. ഇതിന് എത്ര വരുന്ന നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യടാ നീ. അരപ്പവനാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതാ കണ്ടോ? പക്ഷെ നല്ല അടിപൊളി മോഡൽസ് എടുത്ത്. ഈ കണ്ടോ ഹാങ്ങിങ് കണ്ടോ? എല്ലാം അടിപൊളി മോഡൽസാണ്. പക്ഷെ ഇതിന് അരപ്പാവും വരുന്നുള്ളൂ. നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കണമല്ലോ ഇപ്പോൾ ഒരു ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, അത് ഞങ്ങൾക്ക് പണയം വെക്കാൻ ഞങ്ങൾ ആദ്യം പിന്നെയും ഗോൾഡ് പോയി എടുക്കണ്ടായിരുന്നു. പക്ഷെ വേണ്ട ഗൈസ്, ഇപ്പോൾ ഫിനാൻസിലൊക്കെ നമ്മുടെ 18 ക്യാരറ്റിന് ഗോൾഡ് നമുക്ക് പണയം വെക്കാൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ തീരുമാനമായില്ലേ? അപ്പോൾ ഇനി വന്ന് 18 ക്യാരറ്റ് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത് കടക്കാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഡയമണ്ട്. എനിക്ക് എന്തായാലും ഡയമണ്ട് കാരണം അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചത് വരും. ഇവിടെ പോയി ഒന്ന് ചൊറിഞ്ഞു നോക്കി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വല്ലാണ്ട് ചൊറിയുണ്ടോ. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ അടുത്തത് ഡയമണ്ട് സെക്ഷനിൽ കണ്ടുപോകുന്നത്. ഡയമണ്ട് സെക്ഷൻ്റെ പേര് ഇവാനിയ എന്നാണ് കേട്ടോ ഡയമണ്ട് സെക്ഷനിൽ ഏട്ടൻ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും റിങ്സിനാണ് തോന്നുന്നത് ഏട്ടൻ ഇന്ന് കൂടുതൽ ശ്രദ്ധ കൊടുത്തേക്കുന്നത്. കാര്യം കുറേ റിങ്സ് കാണാനുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് കുറേ റിങ്സ് കാണാനുണ്ട്. എന്താ കണ്ടോ? എല്ലാവർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഡയമണ്ട് ആയിരിക്കും. പിന്നെ അൻഷാദിനോട് പറഞ്ഞു ഡയമണ്ടിൻ്റെ സാധനം ഒരു കറുത്ത നൂലിട്ടാലും ഭംഗിയാണ്. അത് പുതിയ അറിവായിരുന്നു. അത് നിങ്ങൾക്ക് പകർന്നു എന്താണ് ഡയമണ്ട് തന്നെ ഭംഗിയുണ്ടോ? എനിക്ക് ഭയങ്കര ഞാൻ ഇപ്പോൾ റീസെൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയമണ്ട്. ഞാൻ ഇപ്പോൾ ഡയമണ്ടിലേക്കാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തേക്കുന്നത്. ചേട്ടനോട് വല്ലാതെ ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതാ കുറേ നോസ് പിൻസ് ഇതാ അവിടെ കളക്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ടാണോ? സ്റ്റഡും ഉണ്ട്. ഈ ഞാൻ ഒരു ചന്ദ്രനെ കണ്ടല്ലോ. ചന്ദ്രൻ ഗൈസ്, ചന്ദ്രൻ. പിന്നെ ഒരു ഡ്രോപ്സ് ഒക്കെ കണ്ടിരുന്നു. നല്ല രസമുള്ള കാണാൻ നല്ല ഭംഗി കാണാം. ഇവിടെ ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണെന്നൊന്നും കാണാൻ. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ വരാൻ പറ്റുന്ന വരും. അതെനിക്കറിയാം. സാരില്ല എൻ്റെ കട റീച്ച് ആവട്ടെ. സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ. ഇപ്പം നമുക്ക് ഒരുപാട് വലിയ ഇതിലേക്ക് പോകാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ഒക്കെ എടുക്കാം കേട്ടോ. കാരണം
ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും സംഭവം അടിപൊളിയാണ്. നല്ല രസമുള്ള, നല്ല കാണുമ്പോൾ എല്ലാവരും എന്താണ് ആരും ഒന്ന് ഇത് എവിടെ നിന്നാന്ന് ചോദിക്കുന്ന രീതിയിലുള്ള മോഡൽസാണ് ഇവിടെ ഉള്ളത് ഫുള്ള്. എനിക്ക് ഡയമണ്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 മാല ഞാനോട് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ നല്ല രസമാണ് ഈ ലോക്കറ്റ് കാണാൻ. കണ്ടോ ആ ഒരു ഭംഗി ശരിക്കും അറിയാണ്ട് കേട്ടോ. കണ്ടോ ആ ഒരു സ്റ്റോണിന്റെ ഭംഗി ശരിക്കും എടുത്ത് കാണിക്കാണ്ട്. കണ്ടോ വെറുതെ നമുക്ക് ഡയമണ്ട് ഇഷ്ടമാണ്. ഡയമണ്ട് ഭയങ്കര രസമാണ്. അതേപോലെ ഇതാ കുറച്ച് റിങ്ങും ഉണ്ട് കേട്ടോ. അത് പറയണ്ടായിരുന്നു ഫർസൂന് റിങ്ങിൽ വാങ്ങിക്കൊടുക്കണം. അതെ അതെ ഇത് ഈ റിങ് നല്ല രസമുണ്ടോ കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്തോടെ ഇങ്ങോട്ട് കാണിച്ചാണ്ടല്ലോ എൻ്റെ ഏട്ടൻ ഇപ്പൊ വാങ്ങി എൻ്റെ ഇടയ്ക്ക് അപ്പാട് വാങ്ങി തരും. ഇല്ല ഏട്ടാ ഏട്ടാ അല്ലെങ്കിൽ നോക്കളേ ഈ റിങ് നോക്കുകള് രസല്ലേ അവിടെ തന്നെ വെച്ചോളാൻ. പക്ഷെ രസം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് റിങ്ങാണ്. എനിക്ക് ഡയമണ്ട് അല്ല ഇഷ്ടമായി പക്ഷെ വാങ്ങി തരാൻ പറ്റില്ല. വാങ്ങി തരാൻ എനിക്ക് ഇത് രസമുണ്ട് കേട്ടോ. ഇത് രസമുണ്ട് കേട്ടോ. ഇത് അയ്യോ ചേച്ചി ഒന്ന് എടുത്തരോ ചേച്ചി. കണ്ടോ ഇത് രസമാണ്. കണ്ടോ രസല്ലേ. എൻ്റെ ജൂണിലെ ബർത്ത്ഡേക്ക് അൻഷാദായിട്ട് ചാക്രൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങി തരുന്നത്. എനിക്ക് ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ നിങ്ങൾ ഈ മറ്റേ ഈ ചെക്കൻ മറ്റേ പെണ്ണിനെ ഉറപ്പിക്കുമ്പോൾ വളരില്ലേ അതിങ്ങനത്തെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത നമ്മളേക്ക് കാണാൻ പോകുന്നത് മറ്റേ വാക്സ് കളക്ഷൻസൊക്കെയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് വീടിന്റെ തുടക്കത്തിൽ കണ്ട ഒരാളിപ്പ് കളഞ്ഞിട്ടിട്ടുണ്ട്. വന്നപ്പോ എണ്ണ കണ്ടു. പിന്നെ ഏട്ടൻ ഭയങ്കര ബിസിയാണെന്ന് പറയാൻ പറഞ്ഞു. ഏട്ടൻ ഇവിടെ ഓരോരുത്തർ വരുന്നതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോരുത്തർ വരുന്നത്. അപ്പൊ ഏട്ടൻ അതിന്റെ തിരക്കിൽ അവിടെ അങ്ങനെ ഇരുന്നു. അപ്പൊ എന്താ ഏട്ടൻ ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയേക്കണം. അപ്പൊ ഏട്ടൻ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരട്ടോ. അത് കുറച്ച് ഷോപ്പ് പീസസ് ആണെന്ന് മാത്രം ഏട്ടൻ പറഞ്ഞു. ബാക്കിയൊന്നും എനിക്ക് അറിയില്ല. ബാക്കിയൊക്കെ ഏട്ടൻ തന്നെ പറയണം. വാക്സ് മോഡലാണ് ഈ ട്രെൻഡ് ആയി കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് വാക്സ് മോഡൽ. ലൈറ്റ് വെയിറ്റ് ചെറിയ തൂക്കത്തിലായിരിക്കും വരുന്നത്. ഇപ്പൊ ഈ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ ഇപ്പൊ ഇത്രയും ഉള്ള ആഭരണങ്ങൾ എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 പവൻ 2.5 പവനൊക്കെ വരില്ലേ കാഴ്ച. അതെ 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 അതെ. ഇത് നമുക്ക് തൂക്കം വരുന്നത് അതെ അതെ 6 ഗ്രാമാണ് ഈ വലിയ മാല. ഈ ലോക്കറ്റ് അടക്കം വരുന്നത് 6 ഗ്രാം. അതെ ഇത് വരുന്നത് 2.5 ഗ്രാം. ഇത് നേരത്തെ 2.5 ഗ്രാം. ഈ സെറ്റ് കേട്ടോ. ഈ ഗ്രീനും ഇതില്ലേ അത് കാണാൻ തന്നെ രസമുണ്ട്. അതെ അതെ 2 ഗ്രാം. പിന്നെ ഈ 3 ലെയറും കൂടി വരുന്നത് നമുക്ക്. പക്ഷെ ഇത് ശരിക്കല്ലേ ഒരു ഇത് എനിക്ക് ഇത് കാണുമ്പോല്ലേ നമ്മുടെ ഭയങ്കര റിസപ്ഷനൊക്കെ ഒരു യൂസ് ചെയ്യുന്ന മാലല്ലേ. എനിക്ക് അങ്ങനത്തെ ഒരു മാല ഫീൽ തോന്നണേ. കണ്ടോ നല്ല രസം കാണാൻ. ഇത് 2.5 പൗണ്ടെങ്കിലും മിനിമം അവരൊക്കെ ഗോൾഡിനെ പറ്റി അറിയുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഞാൻ വെറുതെ വാങ്ങിയിട്ടുള്ള പരിചയത്തിൽ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മാല. കേട്ടോ ഇത് കരിമണിമാലയാണ് കേട്ടോ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തോന്നുന്നു നിങ്ങൾ ഗസ് ചെയ്ത് അവിടെ നിന്ന് ഗസ് ചെയ്തോ. ഞാൻ ഇപ്പോൾ പറഞ്ഞു തരത്തുണ്ട്. ഇത് കഴിച്ച 1.5 ഗ്രാമുള്ള കഴിച്ച കണ്ടോ. പക്ഷെ എന്ത് രസമാണ് കാണാൻ. കണ്ടോ നിങ്ങളിത് കണ്ടാ പറയോ 1.5 ഗ്രാമുള്ളൂ പറയോ. അതെവിടുന്ന അവിടെ ഇപ്പോൾ നമ്മളില്ലേ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒറ്റ ലെയറായിട്ട് മാത്രം നമുക്ക് സെറ്റ് ചെയ്യണം. പക്ഷെ എന്നാൽ ഭയങ്കര എന്താണ് കാണുമ്പോൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം എന്നൊക്കെ ഫീൽ ചെയ്യില്ലേ. കഴുത്തിൽ കാണുമ്പോൾ അങ്ങനെ കാണിച്ചത് അടിപൊളിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര പവനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് 5 or 6 തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ 1 പവനുള്ളൂ. അതെങ്ങനെയാണ് ഷാഗ്ര അടിപൊളിയില്ലേ അല്ലേ. കണ്ടോ പക്ഷെ നല്ല സുന്ദരം. ഇത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കഴുത്തിലിട്ട് കണ്ടു കഴിഞ്ഞാൽ തോന്നും അയ്യോ എടി ഇത് എവിടെ നിന്ന് 5 പവന് മാലാന്ന്. പക്ഷെ 5 പവനല്ലേ 1 പവനുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടോ അപ്പോൾ ഇതാ ഇത്രയ്ക്കാണ് നമുക്കിവിടെ എടുത്ത് പറയാനുള്ള കളക്ഷൻസ് കേട്ടോ. പിന്നെ ഉള്ളത് നോർമലായിട്ട് നമ്മൾ കോമൺ നമ്മൾ കാണുന്ന കുറച്ച് കളക്ഷൻസ് ആണ്. പക്ഷേ ഇത് നോക്കിയൊരു കിഡിൽ നമുക്കൊരു സെറ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വായതാ
ഇതാ നോക്കിയ ഇതിലിതാ ഇതൊരു നമുക്കിപ്പോൾ ഒരു 28 കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ 90 വരുമ്പോൾ ഇങ്ങനെ ഇടാവുന്നതാണ്. പക്ഷെ ഇതിൽ വളയുണ്ട്, മോതിരമുണ്ട്, ഒരു അരഞ്ഞാണുണ്ട്, പാസറുണ്ട്, പിന്നെ ഇതാ കൈച്ചേനുണ്ട്, മാലയുണ്ട്. ഇത് ഒക്കെ കൂടിയിട്ട് എത്ര പവൻ ഉണ്ടാക്കി നിങ്ങൾക്കൊന്നും ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഗസ് ചെയ്ത് മരിക്കുന്നത്. പക്ഷെ ഇത് എല്ലാം കൂടിയിട്ട് ഇത് കണ്ടത് ഒരു പാക്കേജാണ് കണ്ടത്. എല്ലാം സെറ്റ് നമ്മൾ 28 കെട്ടിന് പോകുമ്പോൾ നമ്മുടെ കുട്ടിക്കുള്ള മെത്തിക്കുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടിയിട്ട് ഒരൊറ്റ പവനോളോട്ട് അതെല്ലാം കൂടിയിട്ട് കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കൂടുതൽ ലൈറ്റ് വെയിറ്റിലേക്കാണ് ഏട്ടാ ഫോക്കസ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഇതാ വള, മോതിരം, അരഞ്ഞാണം, പാദസരം, കൈച്ചി, മാല ഒക്കെ കൂടിയിട്ട് ഇത് 1 പവനിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഈ കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണത്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. അത് കണ്ടത് സംഭവം എന്തായാലും അടിപൊളിയായി കേട്ടോ. ഏട്ടാ ഈ സെറ്റ് എടുത്ത് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചാതിരിക്കുന്നത് മോശമല്ലേ? കാരണം ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചേച്ചിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണെന്ന്. ഇത് ഈ സംഭവം എന്താണെന്നറിയോ, ഇതാണ് കേട്ടോ നമ്മുടെ ഗോൾഡ് അനലൈസർ ആണ് ഇത്. അതായത് നമ്മുടെ ഗോൾഡിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ എന്താണ് പറയാ മറ്റേ ഉരച്ച് നോക്കില്ലേ അതിന് പകരം. പക്ഷെ ഇതെല്ലാവർക്കും അറിയുന്നത്. എനിക്ക് പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഇവിടെ ചോദിച്ചപ്പോ ഏട്ടൻ പറഞ്ഞത് നമ്മുടെ ഈ അങ്ങാടിപ്പുറത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ വരുന്നതാണ് കേട്ടോ. ഒരു ജ്വല്ലറിയിലും ഇങ്ങനത്തെ ഒരു ഐറ്റം ഇല്ല. ഇവിടെയാണ് ആദ്യമായിട്ട് അങ്ങാടിപ്പുറത്ത് ഇവിടെയാണ് ഈ സംഭവം ഉള്ളതെന്നാണ് ഏട്ടൻ പറഞ്ഞത്. ഇവിടെ സിൽവർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്ന് കണ്ടത്. അവിടെ സിൽവറിന്റെ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതാണോ ഈ കുട്ടികൾക്കുള്ള സിൽവറിന്റെ റിങ് വരെ റിങ്സ് ജെൻസിലുണ്ട്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ട് സിൽവറിന്റെ. ഇവിടെ ഇവിടെ സിൽവർ കളക്ഷൻസും ഉണ്ട്. അത് ഞാൻ ഇത്രയും പറഞ്ഞു, ഞാൻ അത് പറഞ്ഞില്ല എന്ന് വേണ്ട ഗൈസ്. അപ്പൊ അതുകൂടി ഇടിഞ്ഞ് അതുകൂടി നേരെ വീട്ടിൽ പോവാം. 2 ദിവസം ചേച്ചി ചേട്ടൻ വിളിച്ചപ്പോ ഞങ്ങൾ ഓടി വന്നേക്കാണ് തോന്നുന്നു. ചേച്ചി ഞാൻ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് ഗൈസ്. നമുക്ക് താങ്ക് യു സോ മച്ച്. അപ്പൊ ഏട്ട ഉറക്കത്തിന് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്കിതിനെ പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയില്ല. അപ്പൊ ഞാനും ഷാക്കിറൊന്നും ചെറുതായിട്ട് മയങ്ങി. അപ്പൊ അവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല ഇതുവരെ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. ഇവിടെ കൂടുതലും ലൈറ്റ് വെയിറ്റിലേക്കാണ് ഏട്ട ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അതായത് കിഡ്സിൻ്റെ ആയാലും അതുപോലെ തന്നെ ഡയമണ്ട്സ് ആയാലും അങ്ങനെ ഒരുപാട് ഇവിടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കറക്റ്റ് ലൊക്കേഷൻ വരുന്നില്ല. കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? അങ്ങാടിപ്പുറം തന്നെ. അങ്ങാടിപ്പുറത്ത് ഫെഡറൽ ബാങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഏട്ടന്റെ കോൺടാക്ട് നമ്പറും കാര്യമാണെന്ന് കമന്റ് ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നോക്കി വിളിക്കുക കാര്യം ചെയ്യാലേട്ടാ. അപ്പൊ എന്തായാലും ഓക്കെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഏട്ടാ. ഓക്കെ ശരി, തൊട്ട് ബാക്കിൽ ഞാൻ ഉണ്ടാവും. അത് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൊന്നൂസിന്റെ പേരില് പൊന്നൂസ് എവിടെ ഉണ്ടോ അവിടെ പിന്നെ ഉയർച്ചകൾ കണ്ടില്ല. ഒരെണ്ണം പന പോലെ ഉയർന്നിക്കണം. അടാ കട്ടിട്ടുണ്ടാവും ട്രോള് വരണം, അപ്പോഴും നാട്ടിന്റെ കട റീച്ച് ആവുള്ളൂ. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ. കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ അതെല്ലാം നമ്മള് ഈ പുതിയത് വരുന്ന ബജാജിന്റെ ഒരു സ്കീം ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബജാജിന്റെ തവണ വേസ്റ്റ് ഇപ്പൊ ഉണ്ട്. ബജാജിന്റെ മൊബൈൽ എടുക്കുന്നുണ്ട്. അതുപോലെ അതെ അപ്പൊ അത് ഈ ആഴ്ച അധികം സ്റ്റാർട്ട് ആവും. അതിന്റെ പേപ്പർ വർക്ക് ആണ് നടക്കുന്നത്. അതെ അങ്ങനെ സ്കീം കൂടി വരുന്നുണ്ട്. ഗോൾഡ് ബജാജില് അത് പുതിയത് ഇപ്പൊ ഫസ്റ്റ് ഞങ്ങളാണോ സംശയമുണ്ട്, ഉറപ്പില്ല കേട്ടോ. അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ സ്വർണ്ണം തിരിച്ചു വാങ്ങുമോ? ഇല്ല, അത് അല്ല എനിക്കറിയാം സത്യം ചോദിക്കണം. ക്ലോസ് ചെയ്യും. സന്തോഷം. ഞങ്ങൾ വിളിച്ചില്ലെങ്കിൽ വന്നതിൽ ഒരുപാട് സന്തോഷം.